UK വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട പ്രശസ്ത വ്ളോഗർ അന്ന ജോൺസണും ഭർത്താവുമാണ് അപ്പോൾ നമുക്കിപ്പോൾ ചേരുന്നത്. ഭർത്താവിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ പരാതിക്കാരി പറയുന്നതനുസരിച്ചാണെങ്കിൽ 44 ലക്ഷം രൂപ UK വിസയ്ക്ക് വേണ്ടി നിങ്ങൾ വാങ്ങിയെന്നാണ് പറയുന്നത്. അതിന്റെ കൃത്യമായ തെളിവുകളും അതിന്റെ ഒരു നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറെ ഇല്ലെങ്കിൽ യൂട്യൂബർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇത് വേദവാക്യമാണ്. എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പേരാണ് പറയുന്നതെങ്കിൽ, ഒരു ലിപ്റ്റിക്കാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ക്രീമാണ്, സോപ്പാണ്, ഇതൊക്കെ വാങ്ങിക്കുന്നതും ഉപയോഗിക്കുന്നതൊക്കെ ഈ പ്രേക്ഷകർ, അതായത് ഇവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക, ഇന്നാൾ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് എന്നുള്ളൊരു അഹങ്കാരത്തോടു കൂടിയാണ് അവരത് വാങ്ങിക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങളൊന്നും ചിന്തിക്കാൻ അതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, ഇതിനിടയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, വെളുത്തിട്ട് പാറുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ക്രീം ഇറങ്ങി. ആ ക്രീം എല്ലാവരും വാങ്ങിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അറിയണ്ടോ, ഞങ്ങൾ സ്നേഹിക്കുന്ന ഇൻഫ്ലുവൻസർ അല്ലെ യൂട്യൂബറാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങളിത് വാങ്ങിക്കും, ഞങ്ങൾക്കിതൊരു ഭയങ്കര അഭിമാനമാണ്. എന്നിട്ട് അടിയിൽ കമൻറ്റോ, ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്, നല്ല ക്രീമാണ് എന്ന് പറഞ്ഞൊരു കമൻറ്റ് എഴുതും. അങ്ങനെ കുറേ എണ്ണം വാങ്ങിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ കിഡ്നിക്ക് അസുഖം ബാധിച്ച് പിന്നീട് ആശുപത്രിയിലായി പോയപ്പോഴാണ് ഇവർക്കൊക്കെ ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്നത്, എൻ്റെ ഞങ്ങൾ ചതിക്കപ്പെട്ടു എന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പോഴേ ഒരു അന്ന ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്ളോഗറെ, അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 44 ലക്ഷം രൂപയാണ് ഒരു ടീം കൊടുത്തിരിക്കുന്നത്. അത് UK പോകാൻ, എവിടെയോ പോകാൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ വ്ളോഗിലൂടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവരിപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ പരസ്യം ചെയ്തത് മാത്രമാണ്, ഞങ്ങൾ 3-4 വീഡിയോ മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോഴും കൈമലർത്തുകയാണ്. ഒരിക്കലും ഇവർക്ക് ഇതിൽ നിന്നും എന്താ പറയേണ്ടത് മോചനമില്ല. അതായത് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു വീഡിയോ ചെയ്യുമ്പോഴേ കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം. അതായത് ഞങ്ങൾക്ക് കുറച്ച് പൈസ തരാം, നിങ്ങൾക്കൊരു 50,000 രൂപ കിട്ടുന്നതാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു 50,000 രൂപ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്തപ്പോഴേ ഞങ്ങൾ പറഞ്ഞിട്ടാണ്, അതായത് നിങ്ങളുടെ വാക്ക് കേട്ടിട്ടാണ് ആൾക്കാർ പൈസ കൊടുക്കുന്നത്. ഈ വീഡിയോ ആരാണ് ചെയ്യുന്നത്, ആരാണ് ഇതിൻ്റെ പരസ്യത്തിൻ്റെ ആൾക്കാരെ, അവർ പറഞ്ഞിട്ട് അവരുടെ വാക്ക് കേട്ടിട്ട് തന്നെയാണ് മറ്റുള്ളവർ ഇതിൻ്റെ അകത്തെ വീണു പോകുന്നത്. അല്ലാതെ 44 ലക്ഷമൊക്കെ കൊടുക്കാൻ എന്താ വട്ടുണ്ടോ? നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. അപ്പം നിങ്ങളിലുള്ള ഒരു വിശ്വാസമുണ്ട്, ഓരോ ഇൻഫ്ലുവൻസർമാരിലും ഓരോ അവരുടെ സബ്സ്ക്രൈബേഴ്സിന് നല്ല രീതിയിലുള്ള വിശ്വാസമുണ്ട്, ഒരിക്കലും ഞങ്ങളെ പറ്റിക്കത്തില്ല, ഞങ്ങളെ ചതിക്കത്തില്ല എന്ന്. ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്ന എന്ന് പറയുന്ന ഈ യൂട്യൂബറെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ചതിച്ചിരിക്കുകയാണ്. ഒരാളെ മാത്രമല്ല, ഇവരെ വിശ്വസിക്കുന്ന ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനെ മുഴുവനാണ് ചതിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പല ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ മറ്റൊരാൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 44 ലക്ഷം രൂപയുള്ളവൻ എന്തിനാണ് UK പോകുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെ പോയിട്ട് തീട്ടവും മൂത്രവും കോരാൻ പോകണോ? അതുപോലെ തന്നെ അവിടെ പോയിട്ട് സായിപ്പിൻ്റെ അടിമ പണിയെടുക്കാൻ പോകണോ? ഈ 44 ലക്ഷത്തിൽ മര്യാദയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വീടും വെച്ച് എന്തെങ്കിലും ഒരു ബിസിനസ്സും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ നാട്ടിൽ തന്നെ പച്ചവെള്ളം കുടിച്ച് ജീവിച്ചൂടെ എന്നൊക്കെയാണ് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ 44 ലക്ഷം രൂപ ഉള്ളവൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്ന ഒരു സംശയം തന്നെയാണ്. പിന്നെ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആക്രാന്തമൊക്കെ ഉണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ UK പോലെയുള്ള ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3-4 ലക്ഷം രൂപ ഉണ്ടാക്കാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒന്ന് UK കാരനാണെന്ന് പറയാം. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണായ സ്ഥലങ്ങളൊക്കെ വിറ്റിട്ട് പോകുന്ന ടീമൊക്കെ ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ വാരിക്കൊണ്ടുവരാം എന്നാണ് ചിലരുടെയൊക്കെ മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെയുള്ള ചതിക്കുഴികളിലാണ് ഒരുപാട് പേര് വീണു പോകുന്നത്. അതായത് ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്ന യുവന്മാർ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് പലതരത്തിലും. എന്താണെന്ന് വെച്ചാൽ ചിലരെന്ന് പറഞ്ഞാൽ റമ്മി കളിയുടെ രൂപത്തിൽ, പിന്നെ ചിലർ ഗെയിം കളിയുടെ രൂപത്തിൽ, പിന്നെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പൈസ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ആരാണ് തൊഴിലിന് പോവുക? അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതിനിടയ്ക്ക് ഒരു ഇൻഫ്ലുവൻസർ വന്ന്, അതായത് യൂട്യൂബർ എന്ന് പറയുകയാണ്, നിങ്ങൾ ഈ കളി കളിക്കുക, ഈ കളി കളിച്ചു, ഞാൻ 1200 രൂപ മുടക്കി, എനിക്ക് 1 മണിക്കൂർ കൊണ്ട് വന്നത് 3500 രൂപയാണ്. ഞാൻ രണ്ടാമത് കളിച്ചു, എനിക്ക് 2 മണിക്കൂർ കൊണ്ട് വന്നത് 7000 രൂപയാണ്. ഇങ്ങനെ അവൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ആ കളിയങ്ങ് കളിച്ചാൽ പോരെ? പിന്നെ എന്തിനാണ് നമ്മളൊക്കെ ജോലിക്ക് പോകുന്നത്? ഈ ഇൻഫ്ലുവൻസർമാർ പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കേണ്ട പൈസ കിട്ടുമെങ്കിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വെറുതെ ഒരാളും പൈസ തരത്തില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും പിന്നെ ഇവരാരും വീഡിയോ ചെയ്യത്തില്ല. ഇവർക്ക് കൃത്യമായിട്ടറിയാം
അതായത് 2 ലക്ഷം 3 ലക്ഷം ഓഫർ ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ടറിയാം ഇത് തട്ടിപ്പാണ്. അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണം, ഇവരാരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ, ഇവർ ഇതിനു മുന്നേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എവിടെയെങ്കിലും അന്വേഷിക്കണം. ഇതൊന്നും അന്വേഷിക്കാതെ ഏതെങ്കിലും പുതിയ ആൾക്കാർ വന്ന് പറയുമ്പോൾ, ഇപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരുത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നത്, അവൻ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് നല്ല റീച്ചുള്ള ആൾക്കാരെ വിളിച്ച് പറയുകയാണ് എൻ്റെ ഇതിനൊന്ന് പരസ്യം ചെയ്യണം, നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചെയ്യാം, ഒരു 2 ലക്ഷം രൂപ തരാം എന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഉപയോഗിച്ചതാണ്, ഞാൻ ഇന്നലെ ഉപയോഗിച്ചു, ഇന്ന് ഞാൻ വെളുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പുളുവടിക്കും. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഈ ഒരു ഇതിലൂടെ ഞങ്ങളിലൂടെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം ഇതിൻ്റെ ഓഫർ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഈ പ്രേക്ഷകർ, അതായത് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇത് വാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ ചതിക്കാൻ വേണ്ടി മാത്രം കൂട്ടുനിൽക്കുന്ന ഒരുപാട് ടീമുണ്ട് എന്നുള്ളതാണ്. കുറച്ച് നാൾ മുമ്പ് നമ്മളെല്ലാവരും കണ്ടാണ് കേരളത്തിലെ മുഴുവൻ ബ്ലോഗർമാരെയും ആദിവാസി ഹെയർ ഓയിൽ എന്ന് പറയുന്ന ഒരുത്തം വന്നിട്ട് എല്ലാവർക്കും പരസ്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതൊന്നും കാണാനില്ല. ആർക്കെങ്കിലും മുടി വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇങ്ങനെ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ പലതരത്തിലെന്ന് പറഞ്ഞാൽ ഇവിടെ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് മാത്രം കൂട്ടു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൈസ വന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ 44 ലക്ഷം രൂപയ്ക്ക് സമാധാനം പറയേണ്ടത് അന്ന തന്നെയാണ്. അന്നക്ക് തന്നെയാണ് സമാധാനം പറയേണ്ട ഒരു ബാധ്യത. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന തന്നെ കൊടുക്കേണ്ടി വരും, അല്ലാതെ വേറെ ഒരാൾ പോലും വന്ന് കൊടുക്കത്തില്ല. കാരണം നിങ്ങളുടെ വാക്കാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് വിശ്വസിച്ചത്. നിങ്ങൾ അവരെ ചതിക്കുകയല്ലേ ചെയ്യുന്നത്. അവർ നിങ്ങളുടെ വീഡിയോ കാണുന്നു, നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓരോരാളെയും ഇങ്ങനെ ചതിക്കാൻ തോന്നുന്നത്? അതുപോലെ തന്നെ ഈ റമ്മിയും മറ്റേ ഇതുപോലെയുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീഡിയോ കാണുന്നതൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ആയിരിക്കാം, അവരെയൊക്കെ അല്ലേ നിങ്ങൾ ശരിക്കും ചതിക്കുന്നത്. എന്തിനിങ്ങനെ ചതിക്കാൻ കൂട്ടു നിൽക്കുന്നു? അതായത് ഈ ഒരു പൈസ വേണ്ടാന്ന് പറഞ്ഞൂടെ, ഇങ്ങനെ കിട്ടുന്ന പൈസ എനിക്ക് വേണ്ട, എന്നെ ആരും വിളിക്കണ്ട എന്ന് പറഞ്ഞുകൂടെ? പക്ഷെ അതെങ്ങനെയാണ്? ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സെലിബ്രിറ്റിയല്ലേ നമ്മളൊക്കെ, അതായത് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ആരാ എല്ലാവരും എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റികളാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, ഞാനാണിത് പ്രൊമോട്ട് ചെയ്തത്, ഞാനില്ലെങ്കിൽ മറ്റുള്ളവർ പ്രൊമോട്ട് ചെയ്യും എന്നുള്ള ഇത് വെച്ചിട്ട്, എന്നുള്ള അഹങ്കാരം വെച്ചിട്ടാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത്. ഇപ്പോഴെന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാറുകയാണ്, ഇങ്ങനെ അയ്യോ എനിക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞിട്ട്. ഏതായാലും അന്ന എന്ന് പറയുന്ന ആ സ്ത്രീ അവർ ചതിച്ചു എന്നുള്ളത് കാര്യം ശരി തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, അവരുടെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ അവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ 1-2 കണ്ടു. അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോലും അറിയില്ല ആ ഒരു പരസ്യം എന്തിനാണെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെ തോന്നുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ ഈ ചാനലുകൾ നമ്മൾ ഇഷ്ടപ്പെട്ട് അവരുടെ പൈസ ചിലവാക്കിയിട്ടാണ് അവരൊക്കെ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ നമ്മുടെ പ്രിയപ്പെട്ട ഈ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ നമുക്ക് ചതിക്കാൻ തോന്നുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരും വളരെയധികം സൂക്ഷിക്കണം. ഇതുപോലെയുള്ള ചതിക്കുഴികൾ നിങ്ങളെയും തേടി വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ജാഗ്രതയോടുകൂടി നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ വാക്കിൽ നിങ്ങൾ വീണുപോകും. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര മാനയാണ്, മാങ്ങയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 44 ലക്ഷവും 50 ലക്ഷവും കൊടുത്തിട്ട് UK പോലെയുള്ള ഒരു സ്ഥലത്ത് പോവുകയും പിന്നീട് അവിടെ നിന്നും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നു ദൈവമേ എന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. നന്ദി, നമസ്കാരം. UK വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട പ്രശസ്ത വ്ളോഗർ അന്ന ജോൺസണും ഭർത്താവുമാണ് അപ്പോൾ നമുക്കിപ്പോൾ ചേരുന്നത്. ഭർത്താവിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ പരാതിക്കാരി പറയുന്നതനുസരിച്ചാണെങ്കിൽ 44 ലക്ഷം രൂപ UK വിസയ്ക്ക് വേണ്ടി നിങ്ങൾ വാങ്ങിയെന്നാണ് പറയുന്നത്. അതിൻ്റെ കൃത്യമായ തെളിവുകളും അതിൻ്റെ ഒരു എഗ്രിമെൻറ്റും അവർ ഹാജരാക്കുന്നുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന രീതിയിലും അതുപോലെ തന്നെ ഈ സ്റ്റഡി അബ്രോഡ് രംഗത്ത് വന്ന ശേഷം ഞാൻ ഒത്തിരി പ്രൊമോഷൻ വീഡിയോസ് ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം എരഞ്ഞിപ്പാലത്തുള്ള 11 ഇമിഗ്രേഷൻ എന്നൊരു സ്ഥാപനത്തിന് വേണ്ടി, അത് നമ്മുടെ കുടുംബ സുഹൃത്തായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ട്. അപ്പോൾ ആളും വൈഫും ചേർന്ന് എരഞ്ഞിപ്പാലത്ത് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അവരെന്നെ അപ്രോച്ച് ചെയ്തു, വീഡിയോ ചെയ്ത് കൊടുക്കുമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു 4 വീഡിയോ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അവർ ഇത് വെച്ചിട്ട് വർക്ക് വിസയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവർ ഫുൾ എൻ്റെ മുഖം മുൻനിർത്തിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അന്നപ്പോൾ അതിന് ഇത്രയും ഒരു ഇതുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഇവർ കുറേ ആളുകളോട് പൈസ എന്നെ മുൻനിർത്തി വാങ്ങിയ ശേഷം എന്ത് ചെയ്തു, ഓഫീസ് പൂട്ടിപ്പോയി രണ്ടാളും. ഈ ഓഫീസ് പൂട്ടിയ ശേഷം കുറേ ആളുകൾ എന്നെ അപ്രോച്ച് ചെയ്ത്, അന്ന ചേച്ചി, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാന്ന്. ഒരു എൻ്റെ ഇപ്പം എന്നെ സമീപിച്ചുള്ള എനിക്ക് ഡയറക്റ്റ് അറിവുള്ള ഒരു 16 പേരോളം ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നു ഈ പറയുന്ന ഇപ്പോഴത്തെ പരാതിക്കാരിയായ ആര്യ അതിലുണ്ടായിരുന്നു.
ആര്യ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിത് അറിഞ്ഞ ശേഷം ഞാൻ തന്നെ അവരെ ഇങ്ങോട്ട് വിളിച്ചതാണ്. എന്ത് വാ നമുക്ക് ഞാനായിരുന്നു അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുപോലെ എന്റെ വീഡിയോ കണ്ടുപോയി എന്നുള്ള ആ ഒരു മാനസികമായിട്ടുള്ള സപ്പോർട്ടും എനിക്ക് അവർക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ. ഞാൻ അവരെ വിളിച്ചതാണ്, ഇങ്ങോട്ട് വരൂ നമുക്ക് ബിബിന്റെ വീട്ടിൽ പോകുന്നത്. അത് കേട്ട് കുറെ പേര് വന്നു. ഞാൻ ഇത് വെച്ചിട്ട് കുറെ ആളുകളെ തന്നെ എന്ത് ചെയ്തു, ഓർഗനൈസ് ചെയ്തു. പറ്റിക്കപ്പെട്ട ആളുകൾ ഞാൻ വീഡിയോ ചെയ്തു. ആരെങ്കിലും ഇതിന്റെ പേരിൽ എന്തെങ്കിലും പൈസ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അവർ എന്നെ കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തു. ആ വീഡിയോന്റെ ഫലമായിട്ട് കുറച്ച് പേര് എന്നെ കോൺടാക്ട് ചെയ്തു. അവരെ ഞാൻ വയനാടാണ് ഈ ബിബിൻ ജോർജിന്റെ സ്വദേശം, കോഴിക്കോടാണ് അവരുടെ സ്ഥാപനമെങ്കിലും വയനാട്